വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്ന്. തെരഞ്ഞെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തും. വി അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഇന്ന് തന്നെ തീയതി പ്രഖ്യാപിക്കുമെന്നുള്ള ഔദ്യോഗികമായ ഒരു റിപ്പോർട്ട് ലഭ്യമായിട്ടുണ്ട്. 12 മണിക്കാണ് വാർത്താ സമ്മേളനം. 2 ഘട്ടമായിട്ടാണോ ഈ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുള്ളത്? ആര്യ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാൻ ഉച്ചയ്ക്ക് 12 മണിക്ക് മാധ്യമങ്ങളെ വി അരുണാണ് വിവരങ്ങൾ നൽകുന്നത്. അരുണിലേക്ക് എത്താം. ചില സാങ്കേതിക തടസ്സങ്ങൾ. സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം, തീയതി പ്രഖ്യാപനം അത് ഇന്നുണ്ടാകും. ഉച്ചയ്ക്ക് 12 മണിക്ക് വാർത്താ സമ്മേളനം. അരുൺ, തുടരാം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാന്റെ വാർത്താ സമ്മേളനം, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം തന്നെയാകും പ്രധാനപ്പെട്ട ആ വാർത്താ സമ്മേളനത്തിന്റെ ഉദ്ദേശം. നേരത്തെ തന്നെ ഇന്നോ നാളെയോ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. 2 ഘട്ടമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കാൻ തന്നെയാണ് സാധ്യത. അതിന് കാരണം പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തിന്റെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും, മട്ടന്നൂർ ഒഴികെയുള്ള മട്ടന്നൂർ നഗരസഭ ഒഴികെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ പലയിടത്തും പ്രശ്നബാധിത ബൂത്തുകളും പ്രശ്നബാധിത പ്രദേശങ്ങളുമുണ്ട്. അതുകൊണ്ട് പോലീസിന്റെ സന്നാഹം എല്ലായിടങ്ങളിലും ഒരുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് 2 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കുന്നത്. കഴിഞ്ഞ തവണയും ആ രീതിയിലായിരുന്നു. ഡിസംബർ ആദ്യ ആഴ്ച ആദ്യ ഘട്ടം, അല്ലെങ്കിൽ നവംബർ അവസാന ആഴ്ചയും ഡിസംബർ ആദ്യ ആഴ്ചയുമായി 2 ഘട്ടങ്ങളും നടക്കാനുള്ള സാധ്യതയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഡിസംബർ 20 മുമ്പ് പുതിയ ഭരണസമിതികൾ അധികാരത്തിലേൽക്കുന്ന തരത്തിലാകും ഈ തെരഞ്ഞെടുപ്പിന്റെ ക്രമീകരണം. എല്ലാ ഒരുക്കങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പൂർത്തിയായ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ഇത്തവണ ഒരു വെല്ലുവിളിയുള്ളത് ഇതിന് സമാന്തരമായി തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളും പുരോഗമിക്കുകയാണ്. തീവ്ര വോട്ടർ പട്ടികയും ഡിസംബർ പകുതിയോടുകൂടി പുതിയ പട്ടിക വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 2 ജോലികളും ഒരേ ഉദ്യോഗസ്ഥർ, BLOമാരും അതുപോലെ തന്നെ സംസ്ഥാന ജില്ലാ കളക്ടർമാരടക്കമുള്ളവരും ഈ ജോലികളിൽ വ്യാപൃതരാകുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് തടസ്സമുണ്ടാകുമെന്ന ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കൃത്യമായി ആദ്യം ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും അത് കൃത്യമായി ക്രമീകരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിലാണ് പുരോഗമിച്ചത്. അതേ വേഗത്തിൽ തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലുള്ള നടപടികളും പുരോഗമിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തകർക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങേണ്ടതുണ്ട്. അതേസമയം തന്നെ വോട്ടർ പട്ടിക പുതുക്കലിലും നിയമ നടപടിയുമായും ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോകുമ്പോഴും BJP ഒഴികെയുള്ള പാർട്ടികൾ മുന്നോട്ട് പോകുമ്പോഴും താഴെത്തട്ടിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ അവരുടെ വോട്ടുകൾ ചേർക്കാനുള്ള, അത് ഒഴിവാകാതെ ഇരിക്കാനുള്ള ശ്രദ്ധ കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലും കൃത്യമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഏതായാലും സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പൂർണ്ണമായും മാറുകയാണ്. ഇതിനകം തന്നെ പലയിടങ്ങളിലും കോൺഗ്രസും ഇന്നലെ തിരുവനന്തപുരത്ത് BJPയും ഒക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ചുവരെഴുത്തും പ്രചരണവും ഒക്കെ അടുത്ത തലത്തിലേക്ക് കടന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ LDFന്റെ സ്ഥാനാർത്ഥികളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ സെക്രട്ടറി V ജോയ് പ്രഖ്യാപിക്കും. അത്തരത്തിൽ 3 മുന്നണികളും തെരഞ്ഞെടുപ്പിൽ തയ്യാറാണ്. സർക്കാരിനെതിരെ നിരവധി ആരോപണങ്ങൾ പ്രതിപക്ഷത്തിനും BJPക്കും ഒക്കെ ഉണ്ട്. തുടർച്ചയായി തകരാറിലാകുന്ന ആരോഗ്യവകുപ്പിലെ സംവിധാനങ്ങൾ, അതിനെതിരെ വലിയ വിമർശനങ്ങളുണ്ട്. സർക്കാരിന്റെ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾക്കെതിരെ പ്രതിപക്ഷത്തിന്റെ BJPയുടെയും വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അന്വേഷണം, SITയുടെ പ്രത്യേക അന്വേഷണം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടക്കുന്നു. പക്ഷേ സർക്കാരും ഇടതുമുന്നണി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ, സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെ തങ്ങൾക്ക് അനുകൂലമായി ഇത്തവണയും ചിന്തിപ്പിക്കുമെന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ വലിയ പ്രതീക്ഷ. വലിയ ക്ഷേമ വാഗ്ദാനങ്ങൾ സർക്കാർ നൽകിയിട്ടുണ്ട്. അത് പലതും ഇതിനകം നടപ്പാക്കി തുടങ്ങിയിട്ടുമുണ്ട്. ക്ഷേമ പെൻഷൻ 2000 രൂപ ആക്കി അടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കും. അതുവഴി ഇത്തവണയും തദ്ദേശ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ തവണത്തേക്ക് പോലെ മികച്ച വിജയം നേടിയെടുക്കാനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇടതുമുന്നണി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ മാറിമറിയും. 25% എന്ന വോട്ട് വിഹിതമാണ് BJPയുടെ സ്വപ്നം, BJPയുടെ ലക്ഷ്യം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി, BJPയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിലൊരാളായ അമിത്ഷാ തന്നെ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് ആകട്ടെ ഇത്തവണ തിരിച്ചുവരവിനുള്ള പാതയാണ്. ഇപ്പോൾ ഇല്ലെങ്കിൽ പിന്നീടില്ല എന്ന തരത്തിലേക്കാണ് കോൺഗ്രസിന്റെ ചിന്താഗതി. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് എപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ, പലപ്പോഴും അത് അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളതെങ്കിൽ പോലും സെമി ഫൈനലായി വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. പാർട്ടികൾക്ക്, മുന്നണികൾക്ക് അവരുടെ തന്ത്രങ്ങൾ പരീക്ഷിക്കാനുള്ള ഘട്ടമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ നഗരസഭയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പോലും പരീക്ഷണത്തിന്റെ ഉദാഹരണമാണ്. അത്തരത്തിൽ കോൺഗ്രസും ഒരു പരീക്ഷണശാലയായി, പരീക്ഷണഘട്ടമായി
തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണുന്നു. അവരും തിരിച്ചുവരവിന്റെ വലിയ പ്രതീക്ഷയിലാണ്. അങ്ങനെ മൂന്ന് മുന്നണികൾക്കും അക്ഷരാർത്ഥത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്ന തെരഞ്ഞെടുപ്പ്. ഇടതുമുന്നണിക്ക് മൂന്നാമതും നിയമസഭയിൽ തുടർഭരണം നിലനിർത്തണമെങ്കിൽ ഇവിടെ മെച്ചപ്പെട്ട പ്രകടനം നടത്തണം. അവരുടെ ആത്മവിശ്വാസത്തെ അത്രയധികം ഉയർത്തുന്ന കാര്യമാണ്. കോൺഗ്രസിന് തിരിച്ചു വരണമെങ്കിൽ ഇവിടെ വലിയൊരു വിജയം അനിവാര്യമാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം അനിവാര്യമാണ്. ബിജെപിക്കാകട്ടെ വലിയ രീതിയിൽ വോട്ട് വിഹിതം വർദ്ധിക്കുന്നു, വലിയ രീതിയിൽ അവരുടെ സംഘടനാ സംവിധാനങ്ങൾ ശക്തമാകുന്നു, ബിജെപിയിൽ കൂടുതൽ ആളുകൾ എത്തുന്നു എന്നൊക്കെ പറയുമ്പോഴും അത് തെളിയിക്കണമെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ഉണ്ടാക്കണം. കഴിഞ്ഞ തവണ 2 നഗരസഭകളാണ് പന്തളവും പാലക്കാടും ബിജെപി ഭരിച്ചത്. രണ്ടിടത്തും വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ട്. തിരുവനന്തപുരം നഗരസഭ ഇത്തവണ ഉറപ്പായും പിടിച്ചെടുക്കുമെന്ന് പറയുന്നവരുടെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുൻ ഡിജിപി, സംസ്ഥാനത്തെ ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ കൂടിയായ ഷീലേഖ അടക്കമുള്ള പ്രമുഖരുടെ നിരയാണ് ബിജെപി ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കളത്തിലിറക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ, വി രാജ് നേതാക്കൾ മത്സരിക്കാനിറങ്ങുന്നു. അതുകൊണ്ട് തന്നെ ബിജെപിയും വലിയ പ്രതീക്ഷയിലാണ്. അങ്ങനെ തലസ്ഥാനത്ത് മാത്രമല്ല സംസ്ഥാനത്താകെ വലിയ ആവേശത്തോടുകൂടി, വലിയ തയ്യാറെടുപ്പോടുകൂടി മൂന്ന് മുന്നണികളും തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങുകയാണ്. കഴിഞ്ഞ തവണത്തേക്ക് വ്യത്യസ്തമായി ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പലയിടങ്ങളിലും ത്രികോണ പോരാട്ടം ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ആര്യ, അരുൺ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രത്തോളം ഗൗരവത്തോടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് എന്നുള്ളത് ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള സൂചനകൾ, നിർണയമൊക്കെ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും ഏറ്റവും പ്രമുഖമായ മുഖങ്ങളെ, പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം പലയിടത്തും ഇറക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഒന്നാം ഘട്ടം നടക്കാൻ പോകുന്നത് ഈ നവംബർ അവസാനത്തോടെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തും. അപ്പോൾ ഏകദേശം ഒരു 15 ദിവസത്തോളം ഒക്കെ മാത്രമേ ഒരുപക്ഷെ ഈ മുന്നണികൾക്കെല്ലാം ഔദ്യോഗിക പ്രചാരണത്തിന് ലഭിക്കുകയുള്ളൂ. പക്ഷേ അതിന് മുന്നോടിയായിട്ടുള്ള പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സീറ്റ് വിഭജനത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും എല്ലാം ഒട്ടുമുക്ക എല്ലായിടത്തും കൃത്യമായ ധാരണയിലേക്ക് എല്ലാ മുന്നണികളും എത്തിയിട്ടുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ പലയിടത്തും ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പ്രചരണ രംഗത്ത് സജീവമാണ്. നമുക്ക് അറിയാം, സാധാരണഗതിയിൽ ഏറ്റവും പിന്നിലാകാറുള്ളത് കോൺഗ്രസ് ആണ്, UDF ആണ്. പക്ഷേ തിരുവനന്തപുരം നഗരസഭയിലേക്ക് ആദ്യം സ്ഥാനാർത്ഥികൾ ഇറക്കിയതും ഏതാണ്ട് ഒരു റൌണ്ട് അവരുടെ സ്ഥാനാർത്ഥികളൊക്കെ പര്യടനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ശബരിനാഥിനെ പോലെ സംസ്ഥാനത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു യുവ നേതാവിനെ, KPC ജനറൽ സെക്രട്ടറി, 2 തവണ MLA ആളെയാണ് ഒരു വാർഡിൽ മേയർ സ്ഥാനാർത്ഥിയായി മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത്. അവർ നേരത്തെ പ്രചരണം തുടങ്ങിയിരുന്നു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും പലയിടത്തും CPM ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ അനൌദ്യോഗികമായി പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ചുവരെഴുത്തുകളും പലയിടങ്ങളിലും ഇതിനകം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. BJP ആകട്ടെ പദയാത്രകളിലൂടെയാണ് എല്ലാ മണ്ഡലങ്ങളിലും, നഗരവുമായി ബന്ധപ്പെട്ട എല്ലാ മണ്ഡലങ്ങളിലും സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളുടെ പദയാത്രകളിലൂടെയാണ് BJPയും ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. CPM ആകട്ടെ വികസന യാത്രകളാണ്. സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന നേട്ടങ്ങൾ, വികസന സ്വപ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വികസന യാത്രകളിലൂടെയാണ് ഇടതുമുന്നണി CPM ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിവച്ചത്. നമുക്കറിയാം, വാർഡ് വിഭജനം വളരെ പ്രധാനപ്പെട്ടതാണ്. വാർഡ് വിഭജനത്തിലൂടെ തന്നെ പലയിടങ്ങളിലും CPM അവർക്ക് അനുകൂലമാക്കി വാർഡുകൾ മാറ്റി, വാർഡുകൾ വെട്ടിയൊരുക്കി എന്ന വിമർശനം പ്രതിപക്ഷവും BJPയും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ തുടങ്ങി CPMന്റെ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ. അതിൽ തന്നെ ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞുവെന്ന് എതിർ രാഷ്ട്രീയ കക്ഷികൾ പോലും പറയുന്നു. പക്ഷെ അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് വരാനാകുമെന്ന പ്രതീക്ഷയാണ് BJPക്കും കോൺഗ്രസിനും ഒക്കെയുള്ളത്. പക്ഷേ ഇടതുമുന്നണി വളരെ കൃത്യമായി എപ്പോഴും ഉള്ളതുപോലെ തന്നെ ആ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടും അവർ പ്രവർത്തനങ്ങൾ സജീവമാക്കി മുന്നോട്ട് പോവുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം തിരുവനന്തപുരത്തേത് അടക്കം ഇന്ന് ഉണ്ടാകും. തിരുവനന്തപുരത്തെ CPM 75 സീറ്റുകളിൽ നഗരസഭയിലേക്ക്